ഇസ്രായേൽ ഇറാൻ അമേരിക്ക യുദ്ധം ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിബിയ, സിറിയ, ലബനൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് ഇത്രയും രാജ്യങ്ങൾ അമേരിക്കയുടെ സൈനിക നേതൃത്വത്തെ ഉപയോഗിച്ച് അമേരിക്ക തകർത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളിൽ ഒറ്റകക്ഷിയായിട്ട് നിൽക്കുന്ന, അതായത് ഏറ്റവും വലിയ ശക്തിയായിട്ട് വളർന്നു വരാൻ സാധ്യതയുള്ളത് ഇറാൻ മാത്രമാണ്. ആയതിനാലാണ് ഇറാന് മേലിൽ ഇത്രയും വലിയ കുറ്റാരോപണം ഉന്നയിച്ചുകൊണ്ട് ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഉപയോഗിച്ച് അവർ തിരിച്ചടിക്കുന്നത്. കാരണം GCC കൺട്രീസിലെ മുഴുവൻ ക്രൂഡ് ഓയിലുകളും അവർ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് വിപണനം നടത്തുന്നത്, ഡോളർ നാണയത്തിലൂടെ വിപണനം നടത്തുന്നത് അമേരിക്കയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ലിബിയ ആയിക്കോട്ടെ, സിറിയ ആയിക്കോട്ടെ, അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെയും അവിടെ സ്വന്തമായിട്ട് അവർ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഈ ക്രൂഡ് ഓയിൽ വിപണനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെയെല്ലാം അരാജകത്വം സൃഷ്ടിച്ച് അമേരിക്കയുടെ ചാര സംഘടനകൾ നുഴഞ്ഞു കയറി ആ രാജ്യത്ത് ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുകയും ആ രാജ്യത്തെ തകർക്കുകയുമാണ് ചെയ്തത്. സമ്പന്നമായിട്ടുള്ള രാഷ്ട്രങ്ങൾ, ഞാൻ ഈ മുമ്പ് പറഞ്ഞ എല്ലാ രാഷ്ട്രങ്ങളും ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദരിദ്രവും പട്ടിണിയും കൊണ്ട് അവർ നട്ടം തിരിയുകയാണ്. ഇറാന് മേലിൽ അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും ഉന്നയിക്കുന്ന കാരണങ്ങൾ അവർ ആണവായുധം നിർമ്മിക്കാൻ പോകുന്നു. ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളിലും എണ്ണമറ്റ കണക്കിന് ആണവായുധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ആണവായുധ കരാറിൽ ഒരു സമയത്ത് ആണവായുധ കരാറിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞ രാജ്യം കൂടിയാണ് ഇസ്രായേൽ. കാരണം ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ ഞങ്ങൾക്ക് മേൽ പ്രയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ആണവ കരാറിനകത്ത് ക്ലസ്റ്റർ ബോംബുകൾ നിർമ്മിക്കാൻ പാടില്ല എന്ന് ലോകരാജ്യങ്ങളെല്ലാം ഒന്നടങ്കം ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിൽ ആ കരാറിൽ ഒപ്പിടില്ല എന്ന് പറഞ്ഞ രാജ്യമാണ് ഇസ്രായേൽ. ഇപ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് മേൽ ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ പ്രയോഗിക്കുന്നു എന്ന്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും രണ്ട് താല്പര്യങ്ങളാണ്. കാരണം അമേരിക്ക ഇസ്രായേലിനെ വെച്ച് വംശീയമായിട്ടുള്ള ഒരു ഉന്മൂലനത്തിന് വേണ്ടി ശ്രമിക്കുന്നു. കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാലസ്തീനിൽ നടന്നത്. പാലസ്തീനിലെ തീവ്രവാദ സംഘടനകളെ ഒതുക്കുന്നു എന്ന പേരില് അവിടുത്തെ വംശീയമായിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കമുള്ള ആളുകളെ, പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കുന്നു. അമേരിക്കയുടെ ലക്ഷ്യം എന്താണ്? ഞാനിപ്പോൾ ഈ മുൻപ് പറഞ്ഞ രാഷ്ട്രങ്ങളിലെ എല്ലാം എണ്ണ അവരുടെ കയ്യിലായി, ക്രൂഡ് ഓയിൽ സംവിധാനങ്ങൾ മുഴുവൻ അവരുടെ കയ്യിലായി. ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറാൻ മാത്രമാണ്. ഇറാനോടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങൾ, ഏകദേശം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ മുഴുവൻ അവരുടെ കൺട്രോളിലാകും. ഡോളർ വിനിമയ നിരക്കിലൂടെ, അതായത് ഡോളർ നാണയത്തിലൂടെ അവർക്ക് ഇത് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് വിറ്റഴിക്കാൻ സാധിക്കും. അതിന്റെ ലാഭം കൊയ്ത് എടുക്കാനായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഈ ഏകാധിപതി എന്ന് പറയുന്ന ഇറാനിൽ, അല്ലെങ്കിൽ ഏകാധിപതി വാഴുന്ന ഇറാൻ എന്ന് പറയുമ്പോൾ അവിടെ പാർലമെന്റ് സംവിധാനങ്ങളും, പക്ഷേ മറ്റുള്ള അറബ് രാജ്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ തന്നെയും രാജഭരണമാണ്. ഈ രാജഭരണത്തെ സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയാണ്. കാരണം ലിബിയയിലും സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും അതേപോലെ തന്നെ ഇറാഖിലും ഒക്കെ തന്നെയും ഗവൺമെന്റ് ഭരണത്തിൽ വന്നപ്പോൾ അവരെല്ലാം തന്നെയും അവരുടെ ബിസിനസ്സുകളെ, അതായത് ഇപ്പോൾ ഈ ക്രൂഡ് ഓയിൽ ഉൾപ്പെടെയുള്ള പ്രകൃതിവാദങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ സ്വയമേ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് വിപണനം നടത്താൻ പോകുന്നു എന്ന് കേട്ടപ്പോഴാണ് അമേരിക്കയുടെ ചാര സംഘടനകളെ ഉപയോഗിച്ച് ഈ രാജ്യത്തെല്ലാം തന്നെയും വംശീയ കലാപങ്ങൾ അഴിച്ചുവിടുകയും അവിടുത്തെ ഗവൺമെന്റിനെ അസ്ഥിരമാക്കുകയും ചെയ്ത കാഴ്ചകൾ നമുക്ക് കാണാറുണ്ട്. ഈ യുദ്ധത്തിന്റെ പിന്നിലും അമേരിക്കയ്ക്ക് ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വംശീയ വെറികൊണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്യത്തൊക്കെ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, മറ്റൊരു മതത്തെയും അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ക്രിസ്ത്യാനികളെയും ഇസ്ലാമിനെയും ഹിന്ദുവിനെയും ഒക്കെ തന്നെയും അവർ ആട്ടിപ്പോയിക്കുന്ന തരത്തിലാണ് അവരുടെ പ്രവർത്തികൾ. പല വീഡിയോസും വെളിയിൽ വന്നിട്ടുണ്ട്. മറ്റുള്ള മതക്കാരെ കാണുമ്പോൾ അവർ കാർക്കിച്ച് തുപ്പിയാണ് അവർ വിദ്വേഷം പ്രകടിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ലോക തെമ്മാടികളായിട്ടുള്ള രണ്ട് രാജ്യങ്ങളുണ്ടെങ്കിൽ അത് ഒന്ന് ഇസ്രായേലും രണ്ട് അമേരിക്കയുമാണ്. ഈ പറയുന്ന ഇറാൻ ആയിക്കോട്ടെ, മറ്റുള്ള രാജ്യങ്ങളൊക്കെ ആയിക്കോട്ടെ, മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഇത്തരത്തിൽ ഒരു രാജ്യത്തിന്റെ മുകളിൽ കടന്നു കയറുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കടന്നു കയറുന്ന രീതിയിലേക്ക് പോകുമ്പോൾ നാളെ നമ്മളുടെയും രാജ്യത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.